അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസണിനെ കാണാൻ സാധിക്കില്ലെന്ന് നിരാശപ്പെട്ട ആരാധകർക്ക് സന്തോഷവാർത്ത. അദ്ദേഹത്തിന് ടീമിലേക്ക് അപ്രതീക്ഷിത വിളി എത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. 360 ബാറ്ററും ഇന്ത്യൻ T20 ക്യാപ്റ്റനുമായ സൂര്യകുമാർ യാദവിനേറ്റ പരിക്കാണ് സഞ്ജുവിന് നേട്ടമായത്. ബുച്ചിബാബു റെഡ് ബോൾ ടൂർണമെന്റിൽ മുംബൈക്കായി കളിക്കവെയാണ് ഫീൽഡിങ്ങിനിടെ അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കേറ്റത്. ഈ പരിക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമല്ല. എന്നാൽ പരിക്ക് സാരമുള്ളതാണെങ്കിൽ അടുത്ത മാസം 5-ന് ആരംഭിക്കുന്ന ദുലീപ് ട്രോഫിയിൽ സൂര്യ കളിക്കാനിടയില്ല. ടൂർണമെന്റിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വന്നാൽ പകരക്കാരനെയും വൈകാതെ പ്രഖ്യാപിച്ചേക്കും. സ്കൈക്കു പകരം സഞ്ജുവിന് നറുക്കു വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. ദുലീപ് ട്രോഫിയിൽ ടീം സിയുടെ ഭാഗമാണ് സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ ടീമിനായി ഇതിനകം വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ കളിച്ചു കഴിഞ്ഞ ഋതുരാജ് ഗെയ്ക്വാദാണ് സി ടീമിനെ നയിക്കുന്നത്. ടീമിലെ ഏറ്റവും പരിചയസമ്പന്നനായ താരം കൂടിയാണ് സൂര്യ. അതുകൊണ്ടുതന്നെ ദുലീപ് ട്രോഫിയിൽ അദ്ദേഹം കളിച്ചില്ലെങ്കിൽ അത് അവർക്ക് വലിയ ക്ഷീണമായി മാറുകയും ചെയ്യും. സൂര്യ, ഋതുരാജ് എന്നിവരെ കൂടാതെ അവരുടെ ബാറ്റിംഗ് ലൈനപ്പിലെ മറ്റു പ്രധാന കളിക്കാർ സായ് സുദർശൻ, രജത് പാട്ടിദാർ എന്നിവരാണ്. ഒക്ടോബറിൽ ബംഗ്ലാദേശുമായി 3 T20കളുടെ പരമ്പരയിൽ ഇന്ത്യൻ ടീം കളിക്കാനിരിക്കുകയാണ്. ഇവയിൽ ടീമിനെ നയിക്കുന്നതും സൂര്യയായിരിക്കും. അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിയിൽ കളിച്ച് പരിക്ക് കൂടുതൽ വഷളാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കില്ല. ഈ കാരണത്താൽ തന്നെ ദുലീപ് ട്രോഫിയിൽ നിന്നും സൂര്യ മാറി നിന്നേക്കുകയും ചെയ്യും. സൂര്യക്ക് പകരം ദുലീപ് ട്രോഫി ടീമിലേക്ക് വിളിയെത്തിയാൽ അത് സഞ്ജുവിനെ സംബന്ധിച്ച് സെലക്ടർമാരുടെ ശ്രദ്ധയാകർഷിക്കാനുള്ള സുവർണാവസരം കൂടിയായിരിക്കും. കാരണം അടുത്ത മാസം പകുതിയോടെ ബംഗ്ലാദേശുമായുള്ള 2 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് തുടക്കമാവുകയാണ്. ഇവയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ദുലീപ് ട്രോഫിയിലെ പ്രകടനം കൂടി വിലയിരുത്തിയാവും തിരഞ്ഞെടുക്കുക. ദുലീപ് ട്രോഫിയിൽ വലിയൊരു ഇന്നിംഗ്സ് കളിക്കാനായാൽ അത് സഞ്ജുവിന് ഗുണം ചെയ്യും. ടെസ്റ്റിലും ഇന്ത്യക്കായി അരങ്ങേറുക എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ഇത് സഹായിക്കും. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രം കളിക്കുകയല്ല ലക്ഷ്യമെന്നും ടെസ്റ്റിലും കളിക്കാൻ ആഗ്രഹമുണ്ടെന്നും അടുത്തിടെ സഞ്ജു തുറന്നു പറഞ്ഞിരുന്നു. അതേസമയം ഭാര്യ ചാരുതലയ്ക്കൊപ്പം വിദേശത്ത് അവധിക്കാലം ആഘോഷിക്കുകയാണ് സഞ്ജു. അടുത്തിടെ പാരീസിൽ നിന്നുള്ള ഒരു വീഡിയോ ചാരുലത സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. സൂര്യക്ക് പകരം ദുലീപ് ട്രോഫി ടീമിൽ ഇടം പിടിക്കുകയാണെങ്കിൽ സഞ്ജു തീർച്ചയായും കളിക്കാൻ തന്നെയാണ് സാധ്യത. ദുലീപ് ട്രോഫിയിൽ മാത്രമല്ല, അടുത്ത മാസം തുടങ്ങുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലും അദ്ദേഹം കളിക്കുന്നില്ല. തിരക്കേറിയ ഷെഡ്യൂളുകൾ കാരണം സഞ്ജു ഈ ടൂർണമെന്റിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നെന്ന് ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ദുലീപ് ട്രോഫിയിൽ അവസരം കിട്ടിയാൽ അദ്ദേഹം അത് തള്ളിക്കളയാൻ സാധ്യതയില്ല.